വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 3 ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത്. നമ്മൾ തയ്യാറാക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. ബട്ടർ ചൂടാക്കി എടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം അൺസാൾട്ടഡ് ബട്ടറാണ്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബട്ടറും ഉപ്പും കുരുമുളക് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് ഈ ഒരു ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡിലും ഈ ഒരു ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ലെറ്റ്യൂസ്, തക്കാളി, കുക്കുംബർ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ ഒരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മുട്ട ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. കത്തി വെച്ച് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക. ആദ്യം ലെറ്റ്യൂസ് വെച്ച് പിന്നെ കുക്കുംബർ, തക്കാളി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മയോണൈസ് ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ ഒരു മയോണൈസ് ബ്രെഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഞാനിവിടെ ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചീസ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചീസ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ട വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെച്ചതിന് ശേഷം ബാക്കി വന്ന ബ്രെഡ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഒരു എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.